ഹായ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ബെഡ് ക്ലീനിങ്ങിൻ്റെയാണ്. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ദിവസം നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വൃത്തിയിൽ വിരിച്ചു വയ്ക്കും. പക്ഷേ നമ്മളെ ബെഡിൻ്റെ കാര്യമോ ഏതെങ്കിലും ഒരു വാനിൽ നമ്മൾ വെയിലത്ത് ഉണക്കിയെടുത്ത് ക്ലീൻ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇനി മഴക്കാലമായാലും നമുക്ക് വീട്ടിൻ്റെ അകത്ത് ബെഡ്റൂമിൽ തന്നെ നമുക്ക് ഈ ബെഡ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ കിടക്കുന്ന ബെഡും അധികം പ്രായമായ അസുഖം വന്ന് കിടക്കുന്ന ആൾക്കാരുടെ ബെഡും അതൊക്കെ നമുക്ക് എപ്പോഴും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ബെഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇവിടെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ കുട്ടികളെ മൂത്രമൊക്കെ ആയിട്ടുള്ള ബെഡൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 ടേബിൾ സ്പൂൺ വരെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ബേക്കിംഗ് സോഡ ബെഡ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ബെഡിലുള്ള ജേംസിനെ എല്ലാം നശിപ്പിക്കും. പിന്നെ ബേക്കിംഗ് സോഡ നമ്മളെ ബെഡിലുള്ള സ്മെല്ലുണ്ടാവുമല്ലോ, ബാഡ് സ്മെല്ലെല്ലാം ഇല്ലാണ്ടാക്കും. ബെഡിലുള്ള ഈർപ്പം വലിച്ചെടുക്കാനും ബേക്കിംഗ് സോഡ വളരെ നല്ലതാണ്. ഞാനിവിടെ ഈ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് എസെൻഷ്യൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. അത് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല, അതൊരു സ്മെല്ലിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് ഓപ്ഷണലാണ്. സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യൽ ഓയിൽ അല്ലാണ്ട് നമുക്ക് ടാൽക്കം പൗഡറും യൂസ് ചെയ്യാം. പക്ഷേ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്മെല്ല് തിരഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഹാർഡ് സ്മെല്ലാണെങ്കിൽ നമുക്ക് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അലർജറ്റിക് ആയുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്മെല്ലിന് തിരഞ്ഞെടുക്കുക. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. വീട്ടിൽ അലർജറ്റിക് ആയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ സ്മെല്ലിന് വേണ്ടി ഇടുന്നതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വെറും ബേക്കിംഗ് സോഡ മാത്രം ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇവിടെയുള്ള പ്രിപ്പയർ ചെയ്ത ബേക്കിംഗ് സോഡൻ്റെ മിക്സ് നമ്മൾ ബെഡിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ നമ്മൾ അത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാ സ്ഥലത്തുമായിട്ട് നമ്മളത് തേച്ചൊന്ന് പിടിപ്പിച്ച് വെക്കുക. ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് പിടിപ്പിച്ച് വെക്കണം. ഇത് തേക്കുന്ന സമയത്ത് നമ്മൾ റൂമിൻ്റെ വിൻഡോ പറ്റുവാണെങ്കിൽ, മഴയൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ വിൻഡോയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഒരു 2 മണിക്കൂർ എന്തായാലും വെക്കണം. ഇനി ഇത് ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ബെഡിലുള്ള ബേക്കിംഗ് സോഡ നമ്മൾ തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കിത് ഒരു തുണി ഉപയോഗിച്ച് തുടച്ചു മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് ഒരു വാക്വം ക്ലീനറോ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആയ രീതിയിൽ നമുക്കത് ഒന്നായിട്ട് ബേക്കിംഗ് സോഡ ബെഡിൽ നിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ എത്ര സമയം നമ്മൾ വെക്കുന്നോ അത്രയും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. ഒരു 2 മണിക്കൂർ എന്തായാലും വെക്കണം. 4 മണിക്കൂർ 6 മണിക്കൂർ ഒക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. 2 മണിക്കൂർ മിനിമം നമ്മൾ വെക്കാം. ബെഡ് പ്രൊട്ടക്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്ത് മാറ്റില്ല. അതേ സമയത്ത് തന്നെ ബെഡിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഇതിലും ഇട്ടിട്ട് നമ്മൾ 2 മണിക്കൂർ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ബെഡിലേക്ക് തന്നെ ഇടാം. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ബെഡ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. നമ്മളെ റൂം തന്നെ നല്ല ഫ്രഷ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ ഈ ബെഡ് ക്ലീനിങ് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ല ഫ്രഷ് ആയിട്ടും ഇരിക്കും. ഇനി ഇതാ കുട്ടികളെ ബെഡൊക്കെ ആണെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഈ 4 കോർണറും ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ട് ഉള്ളിലേക്ക് ആക്കി വെക്കുമല്ലോ. നമ്മൾ ഇങ്ങനെ കെട്ടിട്ട് വെക്കുമ്പോൾ അല്ലേ അത് പെട്ടെന്ന് ബെഡ്ഷീറ്റ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവരെത്ര ചാടി കളിച്ചാലും ബെഡ്ഷീറ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. എത്ര പുതിയ ബെഡായാലും നമ്മൾ ഉപയോഗിക്കും തോറും അതിലൊരു സ്മെല്ലും ഒരു സ്റ്റെയിനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ അതൊന്നുമില്ലാണ്ട് നമുക്ക് നമ്മളെ ബെഡ് എന്നും പുതിയതുപോലെ സൂക്ഷിക്കാം. ഇവിടെ ഇപ്പം നമ്മളിതാ ഒരു തുള്ളി വെള്ളമോ വെയിലോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മളെ ബെഡ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇത് ബെഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇത് നമുക്കിത് ബെഡ് വെയിലത്തൊക്കെ കൊണ്ട് ഉണക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഫ്രീ ആകുമ്പോൾ നമ്മളെ കയ്യിൽ ടൈമുള്ളപ്പം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ഓരോ ബെഡ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് സമയമുള്ളപ്പോഴൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും. വളരെ സിമ്പിളും എഫക്റ്റീവും ആയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ബെഡ് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.